കോവിഡ് കാലത്തെ കൊള്ളയുടെ പരിശോധനാ റിപ്പോർട്ട് 24-ന് കോവിഡ് കാലത്ത് മരുന്നും മറ്റു ഉപകരണങ്ങളും വാങ്ങിയതിൽ കോടികളുടെ നഷ്ടമുണ്ട് എന്നാണ് കണ്ടെത്തൽ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് 50 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ 2021-22 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കോടികളുടെ നഷ്ടമുണ്ടായതായി കണ്ടെത്തിയത്. മരുന്നും മാസ്കും PPE കിറ്റുമടക്കം വാങ്ങിയത് വിപണി വിലയേക്കാൾ ഇരട്ടി വിലയ്ക്കെന്നും സ്റ്റോക്ക് പരിഗണിക്കാതെ മരുന്നുകൾ വാങ്ങിക്കൂട്ടിയെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. N95 മാസ്ക് വാങ്ങിയതിൽ മാത്രം 8 കോടി രൂപയുടെ നഷ്ടം, PPE കിറ്റ് വാങ്ങിയതിൽ 5 കോടിയും. ഇങ്ങനെ 50 കോടിയോളം രൂപയാണ് നഷ്ടമായത്. വാങ്ങിയ വിലയേക്കാൾ കുറച്ച PPE കിറ്റ്, മാസ്ക് എന്നിവ വിൽക്കേണ്ടി വന്നു. സ്റ്റോക്ക് പരിഗണിക്കാതെ മരുന്നുകൾ വാങ്ങിക്കൂട്ടിയെന്നും കണ്ടെത്തൽ. അടിയന്തര സാഹചര്യമെന്ന് വിലയിരുത്തി മരുന്നുകൾ വാങ്ങിയത് വിപണി വിലയേക്കാൾ ഇരട്ടി വിലയ്ക്ക്. നിർമ്മാതാക്കളിൽ നിന്ന് നേരിട്ട് മരുന്നുകൾ വാങ്ങുന്നതിനു പകരം ഏജന്റുമാരിൽ നിന്ന് വാങ്ങി. ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായെന്നും റിപ്പോർട്ടിലുണ്ട്. പകുതിപ്പണം മുൻകൂറായി നൽകുവാനുള്ള സർക്കാർ തീരുമാനം അട്ടിമറിച്ച ഉപകരണങ്ങൾ എത്തുന്നതിനു മുമ്പേ മുഴുവൻ തുകയും KMSCL നൽകി. കോവിഡ് സാഹചര്യം ഒഴിഞ്ഞതിനു ശേഷവും വലിയ തോതിൽ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടി. വിദഗ്ധരുടെ അഭിപ്രായം ലംഘിച്ച ചില മരുന്നുകൾ വാങ്ങിയെന്നും റിപ്പോർട്ടിലുണ്ട്. 74 പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ട് KMSCL മാനേജിംഗ് ഡയറക്ടർക്ക് കൈമാറി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.